ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ നമ്പർ 1 സൗണ്ട് സർവീസായ ലാസൺസ് സൗണ്ട് സർവീസിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി എങ്ങനെയാണ് അവരുടെ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സബ്വൂഫർ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് സബ്വൂഫറാണ്. അതുപോലെ തന്നെ മൾട്ടി ലെയറാണ് ഇതിൻ്റെ വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെ ടോട്ടൽ 8 ലെയറായിട്ടാണ് ഈ ഒരു സബ്വൂഫറിൻ്റെ കോയിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതും ഇവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഓവർ ടൈപ്പ് സ്പീക്കർ, അതിന് മുകളിൽ വരുന്ന മിഡ് റേഞ്ച്, അതുപോലെ സ്പീക്കർ കോയിൽ, ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് അവർ വൈൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും കോയിലുകളെല്ലാം അവർ ഇവിടെ തന്നെ വൈൻഡ് ചെയ്യുന്നതാണ്. ചില കോയിൽസ് മാത്രമാണ് ഇമ്പോർട്ടറായിട്ട് വരുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ 1978 ഈ ഒരു ഷോപ്പ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ കോഴിക്കോട് തന്നെ ഏറ്റവും ഫേമസ് ആയ മിൽക്ക് സർബത്ത് വിൽക്കുന്ന ആ ഒരു ഷോപ്പില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ആദ്യം ഇവരുടെ ഷോപ്പ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു സ്പീക്കർ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സറൗണ്ട് ആയാലും സ്പൈഡർ ആയാലും കോൺ ആയാലും വോയിസ് കോയിൽ ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അവർ ഉപയോഗിച്ച് ഇവിടെ റിപ്പയർ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് കോയിൽ മാത്രമായിട്ടും അല്ലാതെ അതിൻ്റെ പേപ്പർ മാത്രം, അത് കോൺ മാത്രമായിട്ടും ഇവർ മാറ്റി തരുന്നതാണ്. ചില സ്പീക്കേഴ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, കത്തിപ്പോയാലും നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല, അത് ചെറുതായാലും വലുതായാലും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇതുപോലെ ഒന്ന് വൈൻഡ് ചെയ്തെടുക്കാതെ വേറെ രക്ഷയില്ല. വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ വാട്സും കറക്റ്റ് ഇമ്പിഡൻസും. കറക്റ്റ് ഇമ്പിഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസിൻ്റെ ഓഡിയോ സെക്ഷൻ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് 25 ഇഞ്ചിൻ്റെ വലിയൊരു സ്പീക്കറാണ്. ഇതിപ്പം കോയിലെല്ലാം കത്തിപ്പോയതാണ്. അത് രണ്ടാമത് വൈൻഡിങ്ങിന് വന്നതാണ്. ഇത് സൗണ്ട് സ്റ്റാർ ഉപയോഗിക്കുന്ന വലിയ സ്പീക്കേഴ്സാണ്. സ്പീക്കർ മാത്രമല്ല HFും നമ്മൾ ഇവിടെ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്. ചില HFിൻ്റെ കോയിലിന് നല്ല റേറ്റ് ആയിരിക്കും, ഇമ്പോർട്ടർ കോയിലൊക്കെ ആയിരിക്കും. കാരണം ടൈറ്റാനിയത്തിൽ വരുന്ന ഇതുപോലുള്ള HFിനൊക്കെ നല്ല റേറ്റാണ്. ഏകദേശം 4000-5000 രൂപ അതിൻ്റെ ഒരു ടൈപ്രാമത്തിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനത്തെ കോയിൽ വരെ ഇവിടെ വൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വോയിസ് കോയിൽ തന്നെ ഇവിടെ വൈൻഡ് ചെയ്യുന്നു. അതേ ക്വാളിറ്റി തന്നെ ആ ഒരു ടൈറ്റാനിയത്തിൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ വൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 4000-5000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു HFിനൊക്കെ ഏകദേശം ഒരു കുറഞ്ഞ തുച്ഛമായ റേറ്റിൽ തന്നെ അവരത് വൈൻഡ് ചെയ്ത് ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ അവർ വൈൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെ. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതുപോലെ HFും ട്യൂട്ടറിൻ്റെയും ഒന്നൊക്കെ വൈൻഡിംഗ് ഒന്നും ആരും ചെയ്യുന്നില്ല. ഇവിടെ തന്നെ അവരെല്ലാം വൈൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോയിലും ഇവിടെ തന്നെ വൈൻഡ് ചെയ്തതാണ്. ഇത് ഒരു മൾട്ടി ലെയറാണ്, അതായത് 4 ലെയറാണ് ഈ ഒരു കോയിൽ എന്ന് പറയുന്നത്. ഒരു കോയിലിൻ്റെ മുകളിൽ കൂടെ തന്നെ 3 ലെയറൂടെ വരും. അങ്ങനെ 4 ലെയറാണ് ഈ ഒരു കോയിൽ എന്ന് പറയുന്നത്. ഇത് JBL സബ്വൂഫറിന് വേണ്ടി വൈൻഡിങ് ചെയ്തതാണ്. നമുക്കറിയാം JBL ഫുള്ള സബ്വൂഫേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ പവറിൽ വരുന്ന ഏകദേശം 350 വാട്ട്സ് RMSും 1500 പീക്കൊക്കെ വരുന്ന ആ ഒരു രീതിയിലുള്ള വൈൻഡിങ്ങാണ് വരുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള വൈൻഡിങ് വയർ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള വൈൻഡിങ് വയറാണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ചില കോയിൽ അവർ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടഡ് കോയിൽ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് കോയിലാണ്. അതിൻ്റെ പ്രത്യേകത തന്നെ അറിയാം, നമുക്ക് സോൾഡർ ചെയ്യുന്ന ആ ടെർമിനലിൽ പരന്ന രീതിയിലുള്ള ഒരു സ്ട്രിപ്പാണ് വരുന്നത്. അതുപോലെ ഈ കോയിൽ എന്ന് പറയുന്നതും ഇമ്പോർട്ടഡ് കോയിലാണ്. ഇത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, ഇത് ഡബിൾ സൈഡാണ്. ഇൻസൈഡും ഔട്ട്സൈഡും വൈൻഡിങ് വരുന്ന രീതിയിലാണ് ഈ ഒരു കോയിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഹെവി ഔട്ട്പുട്ട് വരുന്ന സ്പീക്കറിലേക്ക് യൂസ് ചെയ്യുന്ന കോയിലാണ്. കാരണം ഇതിൻ്റെ ഇഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് അതിൻ്റെയൊക്കെ പുറത്തായിട്ട് വരും, വലിയ സൈസുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ സൈഡ്, അതായത് ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഹീറ്റ് കുറയ്ക്കാൻ കഴിയും. ആ ഒരു സ്പീക്കറിൻ്റെ ഉള്ളിൽ വരുന്ന താപം അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ സൈഡ്, അതായത് ഇൻസൈഡും ഔട്ട്സൈഡും വൈൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടർ അല്ലാതെ ഇവിടെയും അതുപോലെ തന്നെ അവർ 2 സൈഡും വൈൻഡ് ചെയ്യുന്നത്, ഇൻസൈഡും അതുപോലെ ഔട്ട്സൈഡും വൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സബ് വൂഫറിനായാലും ഫുൾ റേഞ്ചിലായാലും മിഡിനായാലും എല്ലാം തന്നെ ഇവിടെയും വൈൻഡ് ചെയ്യുന്നുണ്ട്, ഇൻസൈഡും ഔട്ട്സൈഡും. അതുപോലെ ഇവരുടെ വൈൻഡിങ് രീതി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ ശീലിച്ചു വന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരുടെ വൈൻഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ഡൈയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം തന്നെ കൈകൊണ്ട് മാനുവലായിട്ടാണ് ഇവർ വൈൻഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് മെഷീനും മറ്റൊന്നും ചെയ്യുന്നില്ല. പണ്ട് മുതൽക്കേ ശീലിച്ചു വന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സ്പീക്കറിൻ്റെ കോയിൽ അവർ വൈൻഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനോടും നല്ല ടൈറ്റോട് കൂടി തന്നെ വൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കംപ്ലൈൻ്റ് ആയ ഒരു സ്പീക്കറിന് രണ്ടാമത് വോയിസ് കോയിൽ നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പെയർ സ്പീക്കർ ഉണ്ടെങ്കിൽ, 2 സ്പീക്കർ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയാൽ ആ കംപ്ലൈൻ്റ് ആയത് എത്ര ഓംസ് ആണോ ആ ഓംസ് തന്നെ കറക്റ്റ് നമ്മൾ വൈൻഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് ടോണിന് മാറ്റം വരും, അതിൻ്റെ വാട്ട്സിന് മാറ്റം വരും. അതായത് നമ്മളെ കയ്യിൽ ഇപ്പോൾ 2 4 ഓംസിൻ്റെ സ്പീക്കർ പെയർ ആയിട്ടുണ്ട്. അതിൽ ഒരു സ്പീക്കർ കത്തിപ്പോയാൽ നമ്മൾ രണ്ടാമത് വൈൻഡ് ചെയ്യുന്ന സ്പീക്കറും സെയിം ഓംസിൽ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രണ്ടും ഒരേ പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺ ഫിറ്റ് ചെയ്യുന്ന രീതിയും വളരെ പെർഫെക്ഷനായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല സൗണ്ട് ആവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാവൂർ റോഡിന് വന്ന് ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള CH ഓവർബ്രിഡ്ജിൻ്റെ വലത്തെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നതല്ലോ. ഓക്കെ.